ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ലോകം ഈസ്റ്റർ ആഘോഷിക്കുകയാണ്. കർത്താവ് ഉയർത്തെഴുന്നേറ്റതിൻ്റെ ഓർമ്മയെ പുതുക്കിക്കൊണ്ട് ലോകമെമ്പാടും ഇന്ന് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. മാനവചരിത്രം പരിശോധിക്കുമ്പോൾ ലോകത്തിൽ 10,000-കണക്കിന് മതങ്ങൾ ഇന്നുവരെയും ഉടലെടുത്തിട്ടുണ്ട്. 1000-കണക്കിന് മതസ്ഥാപകന്മാർ ഈ ഭൂതലത്തിൽ നടന്നിട്ടുണ്ട്. എന്നാൽ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുവാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി യേശുക്രിസ്തു മാത്രമാണ്. ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുവാൻ ഭാരതത്തിൽ ഒരുപാട് ദിവ്യ മനുഷ്യർ വളരെ പ്രസിദ്ധി നേടിക്കൊണ്ടിരുന്നൊരു കാലഘട്ടത്തിലാണ് ഞാൻ എൻ്റെ മെഡിക്കൽ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളവരെ എല്ലാം മണിപ്പാൽ കസ്തൂർബ മെഡിക്കൽ കോളേജിൽ വിളിച്ചു വരുത്തുകയും അവിടെ പലവിധമായിട്ടുള്ള പരിപാടികൾ ആവിഷ്കരിക്കുകയും ചെയ്തു. അപ്പോൾ അന്നത്തെ പ്രസിദ്ധരായ അനേകരുണ്ട്. അവരെയൊക്കെയും ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ കടന്നു വന്ന അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവർ, കയ്യിൽ നിന്ന് വിഭൂതി എടുക്കുന്നവർ, അതോടൊപ്പം തന്നെ ഓരോരോ വസ്തുക്കൾ കയ്യിൽ നിന്ന് എടുക്കുന്നവർ, പല രീതികളിൽ പ്രവർത്തിക്കുന്ന ഭാരതത്തിൽ അറിയപ്പെട്ട പല ദിവ്യന്മാരെന്ന് ഞാൻ പറയുമ്പോൾ ആത്മീയമായ നേതാക്കളെയും പല മതങ്ങളിൽ നിന്നുള്ളവരെയും അവിടെ വെച്ച് കാണുവാൻ വിലയിന്നെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ കാലം മുൻപോട്ട് പോയപ്പോൾ ഇവരൊക്കെയും ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്നതായിട്ടാണ് കാണുന്നത്. അതിലൊരു വ്യക്തി അന്ന് പറഞ്ഞിരുന്നത്, ഞാൻ മരിക്കുകയില്ല, എനിക്ക് മരണമില്ല, അഥവാ മരിച്ചാലും ശരി ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും, സദാ ഉണ്ടാകും. അവസാനം യാതൊരു നിവൃത്തിയുമില്ലാതെ രോഗബാധിതനായി വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി ചികിത്സ നേടിയിട്ട് ഇവിടെ വന്ന് അവസാനം ഈ ലോകത്തോട് യാത്ര പറയുമ്പോൾ ഒന്നും മറുപടി പറയുവാൻ കഴിയാതെയാണ് അവസാനിക്കുന്നത്. നാം ഇന്ന് ലോകത്തിലേക്ക് നോക്കുമ്പോൾ കർത്താവ് യേശുക്രിസ്തു മാത്രമാണ് മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേറ്റ് താൻ ജീവിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചത്. ഇത് കേവലം കുറച്ച് അനുയായികൾ പറഞ്ഞു വരുത്തിയ കാര്യമല്ല. വളരെ വസ്തുനിഷ്ഠമായിട്ട് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്, ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. കർത്താവ് ക്രൂശിക്കപ്പെട്ടു, കല്ലറയിൽ അടക്കപ്പെട്ടു. റോമ ഗവർണർ ആ കല്ലറ അടച്ച് അതിന്മേൽ മുദ്ര വെച്ചു. കർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പറഞ്ഞതാണ് താൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന്. കർത്താവിൻ്റെ ജനനത്തിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് കർത്താവിൻ്റെ ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ പ്രവാചകന്മാർ പ്രസ്താവിച്ചിരുന്നു. അപ്പോൾ അവയൊക്കെയും പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം കർത്താവ് ഉയർത്ത് എഴുന്നേൽക്കുകയാണ്. അത് ലോകചരിത്രത്തിൽ അതിന് മുൻപും പിൻപും ഇല്ലാത്ത ഒരു വലിയ സംഭവ വികാസമാണ്. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവ് പരസ്യമായിട്ട് ഒരു പൊതു ശുശ്രൂഷ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് അനേകർ പറയുന്ന കാര്യം. എന്നാൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം 12 പ്രാവശ്യം അന്നത്തെ സമൂഹത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ചിലരോട് വ്യക്തിപരമായിട്ട് ചിലർക്ക് പ്രത്യക്ഷനായി. ഉയർത്തെഴുന്നേറ്റ ആദ്യത്തെ ദിവസം തന്നെ 5 പ്രാവശ്യം അദ്ദേഹം പ്രത്യക്ഷനായി. തുടർന്ന് 12 പ്രാവശ്യം പ്രത്യക്ഷനായി. 12 പ്രാവശ്യം ഞാൻ പറയുമ്പോൾ 11 പ്രാവശ്യമാണ് തൻ്റെ ശിഷ്യന്മാർക്കൊക്കെയും പ്രത്യക്ഷനായത്. ഒരു പ്രാവശ്യം അപ്പോസ്തലനായ പൗലോസിന് അവൻ ശൗലായിരിക്കുമ്പോൾ പ്രത്യക്ഷനായി. അത് കർത്താവ് സ്വർഗാരോഹണം ചെയ്ത ശേഷമാണ്. സ്വർഗാരോഹണത്തിന് മുൻപ് താൻ 11 പ്രാവശ്യം പ്രത്യക്ഷനായിട്ടുണ്ട്. അതെ, പല രീതികളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഓരോരുത്തരോടെ വ്യക്തിപരമായിട്ട് പ്രത്യക്ഷമായിട്ടുണ്ട്. അത് ശിഷ്യന്മാരെല്ലാം കൂടിയിരിക്കുമ്പോൾ പ്രത്യക്ഷനായി. 500 പേർ ഒരുമിച്ചിരിക്കുമ്പോൾ അവരുടെ നടുവിൽ പ്രത്യക്ഷനായി. അങ്ങനെ താൻ ഉയർത്തെഴുന്നേറ്റ് വന്ന് വ്യക്തമായും കൃത്യമായും തെളിയിക്കുന്ന സംഭവങ്ങൾ അത് യാഥാർത്ഥ്യമായി ചരിത്രത്തിൽ വിശേഷിക്കുന്നു. അപ്പോൾ ഇന്ന് നാം ആഘോഷിക്കുന്നത് ഇപ്രകാരം മരണമില്ലാത്ത, മരിച്ചിട്ടും ജീവിച്ച ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിൻ്റേതായിട്ടുള്ള ആ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചാണ്. എന്നാൽ നിങ്ങളോടൊപ്പം ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് നാം ഈ ഉയർപ്പ് പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ എത്രമാത്രം ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടുവെന്ന് നമുക്ക് പ്രഖ്യാപിക്കുവാൻ കഴിയും. നാം ഒരു വലിയ ആഘോഷമായിട്ട് ഇത് കൊണ്ടാടുമ്പോൾ വാസ്തവമായിട്ട് യേശുവിനെ
കണ്ടെത്തുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് അത് പ്രത്യേകമായിട്ട് ചിന്തനീയമായിട്ടുള്ള കാര്യം. ആ കാലഘട്ടത്തിൽ കർത്താവിൻ്റേതായിട്ടുള്ള ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം യേശുവിനെ കണ്ടുവെന്ന് ഒരേ ഒരു വ്യക്തി മാത്രമാണ് പറയുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 18-ാം വാക്യത്തിൽ കാണുവാൻ കഴിയും. മഗ്ദലക്കാരി മറിയ വന്ന് താൻ യേശുവിനെ കണ്ടുവെന്നും അവൻ ഇപ്രകാരം തന്നോട് പറഞ്ഞുവെന്നും ശിഷ്യന്മാരെ അറിയിച്ചു. അത് പറയുമ്പോൾ ഞാൻ യേശുവിനെ കണ്ടുവെന്ന് പ്രഖ്യാപിക്കുന്ന ഒരേ ഒരു വ്യക്തി മഗ്ദലക്കാരത്തി മറിയയാണ്. ഒരു സ്ത്രീയാണ്. തൻ്റെ ശിഷ്യന്മാരുണ്ട്, 10,000-കണക്കിന് അനുയായികളുണ്ട്, എല്ലാവരുമുണ്ട്. പക്ഷേ ഞാൻ യേശുവിനെ കണ്ടുവന്ന് ലോകത്തോട് വിളംബരം ചെയ്യുന്നത് ഒരു സ്ത്രീയാണ്. അപ്പോൾ ഈ മഗ്ദലക്കാരി മറിയയ്ക്ക് എങ്ങനെയാണ് ഇപ്രകാരം ഒരു വലിയ ഭാഗ്യം ലഭിക്കുവാൻ കാരണം? നാം ഇന്ന് ഉയർപ്പ് പെരുന്നാൾ കൊണ്ടാടുമ്പോൾ ഞാൻ യേശുവിനെ കണ്ടുവെന്ന് നമുക്ക് പറയുവാൻ കഴിയുമോ? മഗ്ദലക്കാരത്തി മറിയയെക്കുറിച്ച് നമുക്കറിയാം. 7 ഭൂതങ്ങളാൽ ബന്ധിതയായിട്ട് സുബോധമില്ലാത്തവളായിട്ട് സമൂഹം പുറന്തള്ളിയ ഒരു സ്ത്രീയായിരുന്നു. ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട് എല്ലാവരാലും ത്യജിക്കപ്പെട്ട് ആരോരുമില്ലാത്ത ഒരു സ്ത്രീ യേശു അവളെ കണ്ടുമുട്ടി, അവൾക്ക് സൗഖ്യം നൽകി. 7 ഭൂതങ്ങളെ പുറത്താക്കിയ മഗ്ദലക്കാരി എന്നാണ് നാം തിരുവചനത്തിൽ അവളെക്കുറിച്ച് പഠിക്കുന്നത്. അവൾക്ക് സൗഖ്യം ലഭിച്ചപ്പോൾ അവളെല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ ശുശ്രൂഷിക്കുവാനായിട്ട് ആ ശിഷ്യന്മാരോടും യേശുവിനോട് കൂടെ ഉണ്ടാകുന്നതിനുമായിട്ട് അവൾ ഇറങ്ങി തിരിച്ചു. മഗ്ദലക്കാരത്തി മറിയെ നാം ആദ്യോടൊന്നും പിന്നെ യേശുവിൻ്റെ കൂടെയാണ് കാണുന്നത്. യേശു ക്രൂശിൽ കിടക്കുമ്പോൾ ആ ക്രൂശിൻ്റെ ചുവട്ടിൽ മഗ്ദലക്കാരി മറിയുണ്ട്. യേശുവിനെ ക്രൂശിൽ തൂക്കി കബറടക്ക സമയത്ത് കർത്താവിനെ കല്ലറയിൽ വെക്കുമ്പോൾ അവിടെ മഗ്ദലക്കാരത്തി മറിയുണ്ട്. താൻ ജീവിച്ചിരിക്കുമ്പോൾ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോടും മറ്റ് എല്ലാവിധ അനുയായികളോടും താൻ പറഞ്ഞിരുന്നതാണ്. പക്ഷേ 3-ാം ദിവസം കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ആ വലിയ ദൗത്യത്തിന് സാക്ഷ്യം വഹിക്കുവാൻ മഗ്ദലക്കാരി മറിയയ്ക്ക് മാത്രമേ സാധ്യമായുള്ളൂ. അതിൻ്റെ കാരണമെന്തെന്ന് ചോദിച്ചാൽ, കർത്താവ് പറഞ്ഞത് അപ്പാടെ അവൾ വിശ്വസിച്ചിരുന്നത് മാത്രമല്ല, അതിനുവേണ്ടി അവൾ കാത്തിരുന്നു. നാം യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം മഗ്ദലക്കാരി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയുടെ അടുക്കൽ ചെന്നു. കല്ലറയുടെ വാതിലിൽ നിന്ന് കല്ല് നീക്കിയിരിക്കുന്നത് കണ്ടു. ഒരുപക്ഷെ ഇത് എല്ലാവരും മറന്നുപോയതായിരിക്കുകയില്ല. ശിഷ്യന്മാരുണ്ട്, എല്ലാവരും ഒളിച്ചിരിക്കുകയാണ് യഹൂദന്മാരെ ഭയന്ന്. അപ്പോൾ ഞായറാഴ്ച അധികാലത്ത് ഇരുട്ടുള്ളപ്പോൾ തന്നെ എന്ന് പറയുമ്പോൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ. വെളുപ്പിനെ 4 മണി കഴിഞ്ഞ ശേഷമായിരിക്കുമെന്നാണ് വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത്. ആ കൂരിരുട്ട് ആരെയും ഭയപ്പെടാതെ, ആരെയും കൂട്ടിന് വിളിക്കാതെ ഈ മഗ്ദലക്കാരി മറിയ അവൾ തന്നെ ആ കർത്താവിൻ്റെ കബറടുത്തേക്ക് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ആ ഗുഹയെല്ലാം അടച്ചു വെച്ചിട്ടാണ് പോയത്. കല്ല് നീക്കപ്പെട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കല്ലറയുടെ വാതിക്കൽ നിന്ന് കല്ല് മാറ്റപ്പെട്ടതായി കണ്ടപ്പോൾ അവൾ അന്താളിച്ചു. മറിയയ്ക്ക് യേശുവിനെ കാണണം. ഒരുപക്ഷെ മറ്റുള്ള കർത്താവിൻ്റെ ശിഷ്യന്മാരും അനുയായികളൊക്കെ വിചാരിച്ചത് കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം അവളുടെ അടുത്തേക്ക് വരുമെന്നായിരിക്കാം. മഗ്ദലക്കാരത്തി മറിയയ്ക്ക് അങ്ങനെയല്ല, എനിക്ക് പോയി യേശുവിനെ കാണണം. അവിടെയാണ് എൻ്റെ വ്യത്യാസം. കർത്താവ് കല്ലറയ്ക്കുള്ളിൽ ഇല്ല എന്ന് അവൾ മനസ്സിലാക്കിയപ്പോൾ അവൾ ഓടി എവിടേക്ക്? കർത്താവിൻ്റെ കൂടെ നടന്നിരുന്ന ശിഷ്യന്മാരുടെ അടുത്തേക്ക്. ഇരുട്ട് നിറഞ്ഞ ആ പ്രഭാതത്തിൽ അവൾ ഓടി ശിഷ്യന്മാരുടെ അടുത്ത് ചെന്നു. അവർ എല്ലാം അന്താളിച്ചു. കർത്താവിൻ്റെ ശരീരം അവർ കൊണ്ടുപോയി. കർത്താവിൻ്റെ ശരീരം അതേ കല്ലറയിലില്ല എന്ന് പറയുമ്പോൾ 2 ശിഷ്യന്മാർ കല്ലറയിലേക്ക് ഓടുകയാണ്. അവരും ഓടി, കല്ലറയിലേക്ക് ഓടി. ആദ്യം കല്ലറയിൽ ചെന്ന വ്യക്തി വാതിക്കൽ നിൽക്കുകയാണ്, അകത്തോട്ട് കയറിയിട്ടില്ല. രണ്ടാമത് വന്ന വ്യക്തി കല്ലറയ്ക്കകത്തേക്ക് കയറി ചെന്നപ്പോൾ കർത്താവിനെ ചുറ്റിയിരുന്ന അതേ തുണി മാത്രമാണ് അവിടെ കാണുന്നത്. അങ്ങനെ കയറി കഴിഞ്ഞപ്പോൾ ആദ്യമേ വന്നെത്തിയ വ്യക്തി അതിനകത്തിൽ കയറി. അവർ നോക്കിയപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി, കർത്താവിൻ്റെ ശരീരം അവിടെ ഇല്ല.
അവർ വന്നതുപോലെ തന്നെ തിരികെ പോയി. പക്ഷേ മഗ്ദലക്കാരത്തി പോയില്ല. മഗ്ദലക്കാരത്തി മറിയ അവിടെ നിൽക്കുകയാണ്. മഗ്ദലക്കാരത്തി ആ കല്ലറയിലേക്ക് നോക്കി. വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാർ അവിടെ നിൽക്കുന്നത് കണ്ടു. അവർ അവളോട് ചോദിക്കുകയാണ്, സ്ത്രീ നീ കരയുന്നത് എന്ത്? അപ്പോൾ മഗ്ദലക്കാരത്തി പറഞ്ഞു, എൻ്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ട് പോയി, അവനെ എവിടെ വെച്ചു എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇത് പറഞ്ഞ് അവൾ പിന്നിലേക്ക് തിരിഞ്ഞപ്പോൾ കർത്താവ് അവളുടെ പുറകിലുണ്ട്. പക്ഷെ അവൾ തിരിച്ചറിഞ്ഞില്ല. യേശു അവളോട്, സ്ത്രീയെ നീ കരയുന്നത് എന്തിന്? ആരെ തിരയുന്നെന്ന് ചോദിച്ചു. അപ്പോഴും അവൾക്ക് യേശുവിനെ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. അവൾ കർത്താവിനോട് പറയുകയാണ്, യജമാനെ, നീ അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ അവനെ എവിടെ വെച്ചെന്ന് പറഞ്ഞു തരിക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പൊയ്ക്കൊള്ളാം. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഒരു സ്ത്രീക്ക് ഒരു ശവശരീരം എടുത്തുകൊണ്ട് പോകാനുള്ള കെൽപ്പോ കഴിവോ ഇല്ല. എങ്കിലും യേശുവിനോടുള്ള അവളുടെ പരമമായ സ്നേഹമാണ് അവിടെ നാം കാണുന്നത്. യൂദന്മാർ അത് മോഷ്ടിച്ചുകൊണ്ട് പോയി എന്നാണ് അവൾ ധരിച്ചിരുന്നത്. അവിടെ എവിടെയാണെങ്കിലും ശരി, ഞാനവനെ കൊണ്ടുപോയിക്കൊള്ളാം, ശിഷ്യന്മാർ വരണ്ട, മറ്റനുയായികൾ വരണ്ട, ആരും വരണ്ട, ഞാൻ അവനെ കൊണ്ടുപോയിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ആ കല്ലയുടെ വാതിൽക്കൽ നിന്ന് മാറാതെ മറിയ നിൽക്കുകയാണ്. അപ്പോൾ യേശു അവളെ വിളിച്ചു, മറിയേ. ആ ശബ്ദം അവൾ തിരിച്ചറിഞ്ഞു. ലോകത്തിൽ അവൾക്ക് സുബോധം കൊടുത്ത ശബ്ദമാണ്. ലോകത്തിലൊരു പുതിയ ജീവിതം കൊടുത്ത ശബ്ദമാണ്. അവളെ ഒരു സ്ത്രീയായിട്ട് ലോകം അംഗീകരിച്ച ശബ്ദമാണ്. സുബോധമില്ലാത്ത പ്രാണി എന്ന അവസ്ഥയിൽ നിന്ന്, പൈശാചിക ബന്ധനത്താൽ എല്ലാവരും തള്ളപ്പെട്ട അവസ്ഥയിൽ നിന്ന് ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്ന ശബ്ദം. റബൂനി. അവൾ ആ ശബ്ദം മനസ്സിലാക്കി വിളിക്കുകയാണ്, ഗുരുവേ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ആദ്യമായിട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കാണുവാൻ ഭാഗ്യം ലഭിച്ചത് മഗ്ദലക്കാരത്തി മറിയയ്ക്കാണ്. അങ്ങനെ ഭാഗ്യം ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ യേശു ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത് മഗ്ദലക്കാരത്തി മറിയയ്ക്കാണ്. എന്തുകൊണ്ട്? അവളുടെ തീഷ്ണത, അവളുടെ ഗുരുവിനോടുള്ള തീഷ്ണത, അവളുടെ ദൈവത്തോടുള്ള തീഷ്ണത അവൾക്ക് പുതിയൊരു ജീവൻ നൽകി, ഒരു പുതിയ സൃഷ്ടിയാക്കി തീർത്ത കർത്താവിനുള്ള തീഷ്ണത. യേശു അവൾക്കാണ് ആദ്യമേ പ്രതിഷ്ഠ നൽകിയത്. മാത്രമല്ല, അവൾക്ക് യേശു ഒരു പുതിയ ദൗത്യം കൊടുക്കുകയാണ്. യേശു അവളോട് 17-ാം വാക്യം ഞാൻ വായിക്കുകയാണ്. എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കിലേക്ക് കയറിപ്പോയില്ല. എന്നാൽ നീ എൻ്റെ സഹോദരങ്ങളുടെ അടുക്കിലേക്ക് ചെന്ന് എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായ എൻ്റെ അടുക്കിലേക്ക് ഞാൻ കയറിപ്പോകുന്നുവെന്ന് അവരോട് പറയുക. തൻ്റെ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് സന്ദേശവാഹകയായിട്ട് മഗ്ദലക്കാരത്തി മറിയ അയക്കുകയാണ്. ഇംഗ്ലീഷിൽ മഗ്ദലക്കാരത്തി മറിയയ്ക്ക് ഒരു പര്യായ പേരുണ്ട്, അപ്പോസിൽ ഓഫ് അപ്പോസിൽസ്, അപ്പോസ്തലന്മാരുടെ അപ്പോസ്തലൻ. കാരണം അപ്പോസ്തലന്മാർ അയക്കപ്പെട്ടവരാണ്, യേശു ക്രിസ്തുവിനെ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുത്താണ്. പക്ഷേ ഇവിടെ മഗ്ദലക്കാരത്തി മറിയാണ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഭാവി പരിപാടികൾ പറഞ്ഞു കൊടുക്കുവാൻ തക്കവണ്ണം കർത്താവ് അയക്കുന്നത്. ഞാൻ യേശുവിനെ കണ്ടു, അതാണ് ഏറ്റവും വലിയ സാക്ഷ്യം. മഗ്ദലക്കാരത്തി മറിയയുടെ ആ സാക്ഷ്യം ശിഷ്യന്മാർ കേട്ടു, അവർക്ക് സന്തോഷമായി. ആ ഭാഗ്യം അവർക്ക് ഓരോരുത്തർക്കും ലഭിക്കേണ്ടതായിരുന്നു. പക്ഷേ ലഭിച്ചത് മഗ്ദലക്കാരത്തി മറിയയ്ക്ക് മാത്രമാണ്. മഗ്ദലക്കാരത്തി മറിയയെക്കുറിച്ച് നമുക്ക് കൂടുതലൊന്നും പിന്നീട് തിരുവചനത്തിൽ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. എന്നാൽ മഗ്ദലക്കാരത്തി മറിയയെക്കുറിച്ച് ബലഹീന ഞാൻ അല്പം കൂടുതലായിട്ട് പഠിക്കുവാൻ ശ്രമിച്ചു. മഗ്ദലക്കാരത്തി മറിയ അവസാനമായിട്ട് ചെന്നത് മാർസെയ്സിലാണ്, ഫ്രാൻസിൽ. അവിടുത്തെ യഹൂദന്മാർ മാർത്തയും മറിയയും ലാസറിനെയും നാട് കടത്തി. ഒരു പാക്കപ്പലിൽ അവരെ ചെന്നടിഞ്ഞത് ഫ്രാൻസിൻ്റെ തുറമുഖമായ മാർസെയ്സിലാണ്. മഗ്ദലക്കാരത്തി മറിയ ഏതാണ്ട് 6.5 കിലോമീറ്റർ ദൂരത്തിലുള്ള ഒരു കൊടുങ്കാട്ടിലേക്ക് കയറിപ്പോയി. തൻ്റെ ശിഷ്ടമുള്ള ആയുസ് അവിടെയാണ് കഴിച്ചത്. 2500 അടി ഉയരമുള്ള പാറയുടെ നടുവിലുള്ള ഒരു ഗുഹയിലാണ് മഗ്ദലക്കാരത്തി മറിയ തൻ്റെ ശിഷ്ടമുള്ള ആയുസ് കർത്താവിനുള്ള പ്രാർത്ഥനയിൽ ജീവിച്ചത്. നാം ഇന്ന് ഫ്രാൻസിൽ ചെല്ലുകയാണെങ്കിൽ
മഗ്ദലക്കാരത്തി മറിയയുടെ തലയോട്ടി സ്വർണ്ണ പേടകത്തിൽ മാർസേൽസിൽ നമുക്ക് കാണുവാൻ കഴിയും. ഈ ദൂരത്തിൽ 2 അടി ദൂരത്തിൽ ജസ്റ്റ് തൊട്ട് മുൻപ് അവിടെ വെച്ചിരിക്കുകയാണ്. ഇന്നും കത്തോലിക്ക സഭ അത് വളരെ പരിപാവനമായിട്ട് സൂക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ യേശുവിനെ കണ്ടു എന്നൊരു സാക്ഷ്യമാണ് മഗ്ദലക്കാരത്തി മറിയെ പോലെ നമുക്കും പറയുവാൻ കഴിയേണ്ടത്. നമുക്ക് എത്ര പേർക്ക് അങ്ങനെ പറയുവാനായിട്ട് കഴിയും? യേശുവിൻ്റെ കൂടെ നടന്നവരാണ് എല്ലാവരും. കർത്താവിൻ്റെ കഷ്ടാനുഭവം വന്നപ്പോഴേ അതിനെ അഭിമുഖീകരിച്ചവരാണ്. എന്നാൽ അതിലുപരിയായിട്ട് ഒരു പടി കൂടി മുൻപോട്ട് പോയിട്ട് എന്ത് നഷ്ടം വന്നാലും എന്ത് കഷ്ടം വന്നാലും എന്ത് ത്യാഗം സഹിച്ചാലും യേശുവിനെ കണ്ടെത്തും എന്നുള്ള തീക്ഷ്ണതയോടെ അവൾ മുൻപോട്ട് പോയതുകൊണ്ടാണ് യേശു അവൾക്ക് പ്രത്യക്ഷനായത്. മഗ്ദലക്കാരത്തി മറിയയ്ക്കാണ് ആദ്യമായിട്ട് യേശു പ്രത്യക്ഷപ്പെടുന്നത്. അത് ഒരു തോട്ടത്തിൽ വെച്ചാണ്, കർത്താവിനെ കബറടക്കിയ തോട്ടത്തിൽ വെച്ച്. 1000 കൊല്ലങ്ങൾ പുറകോട്ട് പോകുമ്പോൾ അത് ഏദൻ തോട്ടത്തിൽ വെച്ചാണ് ഹൗവ വീണുപോയത്. അപ്രകാരം സ്ത്രീത്വത്തിൻ്റെ മഹനീയത വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ആദ്യമായിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു അത് മഗ്ദലക്കാരത്തി മറിയയ്ക്ക് പ്രത്യക്ഷയായി. അന്ത്യം വരെ അവൾ ശിഷ്യയായിരുന്നു. മഗ്ദലക്കാരി മറിയെ പോലെ ഞാൻ യേശുവിനെ കണ്ടു എന്നുള്ള സാക്ഷ്യമായി തീരുവാൻ തക്കവണ്ണം എനിക്ക് നിങ്ങൾക്ക് കഴിയണം. പക്ഷേ അതിന് മഗ്ദലക്കാരത്തി മറിയയ്ക്കുണ്ടായിരുന്ന ചില മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. മഗ്ദലക്കാരത്തി മറിയയുടെ ഏറ്റവും വലിയ ഗുണമായിട്ട് അല്ലെങ്കിൽ മേന്മയേറിയ ശ്രേഷ്ഠമേറിയ സ്വഭാവമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അവളുടെ കർത്താവിനോടുള്ള സ്നേഹമാണ്, കർത്താവിനോടുള്ള അവളുടെ കടപ്പാടാണ്. ജീവിതത്തിൽ ഏറ്റവും വലിയ അത്ഭുതം അവൾ അനുഭവിച്ചു. അവളത് മറന്നില്ല. അവൾക്ക് സുബോധം കൊടുത്ത, ജീവിതത്തിൽ ഒരു പുതിയ മാനം തെളിച്ചു കൊടുത്ത, ഭ്രാന്തി എന്ന് വിളിച്ചുകൊണ്ട് എല്ലാവരും പരീക്ഷ സമൂഹത്തിൽ നിന്ന് പുറന്തള്ളുന്ന സാഹചര്യത്തിൽ നിന്ന് അവൾക്കൊരു പുതിയ ജീവൻ കൊടുത്ത യേശുവിനെ അവൾ പിൻപറ്റി. അവളതൊരിക്കലും മറന്നില്ല. അവൾ യേശുവിനെ ശുശ്രൂഷിച്ചു, യേശുവിനോടൊപ്പം ജീവിച്ചു, യേശു ശിഷ്യന്മാരോടൊപ്പം സമൂഹത്തോടൊപ്പം ജീവിച്ചു. അന്ത്യനിമിഷങ്ങളിൽ എല്ലാവരും ഓടി ഒളിച്ചപ്പോൾ കുരിശിൻ്റെ ചുവട്ടിലുണ്ടായിരുന്ന 3 മറിയമാൽ ഒരു മറിയ മഗ്ദലക്കാരത്തി മറിയായിരുന്നു. അവിടെ കൊണ്ടും തീർന്നില്ല, യേശുവിനെ കബറടക്കം നടന്ന മഗ്ദലക്കാരിയുണ്ട്. ഏറ്റവും അവസാനം ഉയർത്തെഴുന്നേൽക്കേണ്ട കർത്താവിനെ ആദ്യമായിട്ട് കാണുവാൻ തക്കവണ്ണം മഗ്ദലക്കാരത്തി മറിയയ്ക്ക് കഴിഞ്ഞു. എൻ്റെ കാരണം ദൈവം ചെയ്ത ഉപകാരങ്ങൾ അവൾ ഒരിക്കലും മറന്നില്ല. നമ്മുടെയൊക്കെ ആത്മീയ യാത്രയിൽ യേശുവിനെ നമുക്ക് കാണുവാൻ കഴിയാത്തതിൻ്റെ കാരണം യേശു നമുക്ക് നാൾതോറും ചെയ്യുന്ന ഉപകാരങ്ങളെക്കുറിച്ച് ഓർക്കുവാനോ അതിന് നന്ദിയുള്ളവരായി തീരുവാനോ കഴിയുന്നില്ല എന്നുള്ളതാണ്. അവളുടെ ഓരോ ശ്വാസത്തിലും അവൾക്ക് ആ നന്ദി പ്രകടനമുണ്ട്. അതുകൊണ്ടാണ് മഗ്ദലക്കാരത്തി മറിയ ഇന്നും അതേ വാഴ്ത്തപ്പെടുന്നത്, അനേകര മധ്യസ്ഥല അഭയം തേടുന്നത്. നമ്മുടെ വേർഡ് ടു വേൾഡ് സെൻറ്ററിൽ പാരഡൈസ് ഓഫ് ഹോളിനെസ്സിൽ വിശുദ്ധ മഗ്ദലക്കാരി മറിയയുടെ തിരുശേഷിപ്പുണ്ട്. ഞാൻ ഫ്രാൻസിൽ പോയി, അതൊരു വലിയ ആഗ്രഹമായിരുന്നു അവിടുന്ന് അനുഗ്രഹങ്ങൾ തേടുവാനും. അപ്രകാരം കർത്താവിന് വേണ്ടി ഇത്രയധികം നന്ദിയോടെ പ്രവർത്തിച്ച മാത്രമല്ല, അവളുടെ എല്ലാ വസ്തുവകകളും അവൾ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ചിലവഴിച്ചു എന്നും പാരമ്പര്യം പറയുന്നുണ്ട്. അതുകൊണ്ട് അപ്പോൾ യേശുവിനെ കണ്ടെത്തി യേശു അവൾ കൊടുത്ത ആ വലിയ ഭാഗ്യം അവൾ സമ്പൂർണ്ണമായിട്ട് യേശുവിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട്, മഹത്വത്തിനായിട്ട് അത് ചിലവഴിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാക്ഷ്യം ലോകത്തോട് പറയുവാൻ കഴിഞ്ഞത്. ഞാൻ യേശുവിനെ കണ്ടു. വാസ്തവത്തിൽ ആദ്യത്തെ സുവിശേഷക മഗ്ദലക്കാരത്തി മറിയയാണ്. അവളാണ് ആ വാർത്ത ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, ഞാൻ യേശുവിനെ കണ്ടു. ഈ ഉറപ്പ് പെരുന്നാളിൽ നമുക്കും അപ്രകാരം പറയുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തുണയരുളട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.